ഒരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആരാണ് കൂടെ നിൽക്കുന്നത്? ആളാണ് ഏറ്റവും മികച്ച രക്ഷകർത്താവ്. ഇഫ് യു ക്യാൻ ട്രാൻസ്ഫോം യുവർ പാഷൻ ഇൻ ടു പ്രൊഫഷൻ, ദാറ്റ്സ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ്. ഹഗ് ഇന്റർനാഷണൽ വലിയ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. ഇതിന്റെ പാർട്ടിസിപ്പൻസ് ആയ മക്കളാണ് ഇതിന്റെ അകത്തെ ഹീറോസ്. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഇനി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നമ്മുടെ അടുത്ത് കുറെ പറയുന്നു. ആദ്യം എനിക്ക് തീരെ ക്ഷമാശീലം ഇല്ലാത്ത ഒരു ആളായിരുന്നു. ക്ഷമാശീലമൊക്കെ ഇപ്പോൾ ഒഴിവു സമയം കിട്ടുമ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ ഉണർത്തുന്നതോടൊപ്പം അവരെ മികച്ചൊരു അച്ചടക്കത്തിലേക്ക് നയിക്കുവാനും ഇതിന് കഴിഞ്ഞു. ആദ്യം തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ അസസ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ മെന്റേഴ്സും അത് നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു, പിന്നെ സെറ്റായ. എന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. TV കാണുമായിരുന്നു. TV ഇപ്പൊ ഞാൻ കാണാറേ. ജസ്വിൻ സാറിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരും. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറെ കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ഇത്. ഇന്നുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ ടീച്ചർമാരും ഭയങ്കര അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച്. ഇപ്പൊ എല്ലാവരോടും അങ്ങോട്ട് എന്നും മിണ്ടും. ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടി. ഹഗ് ഇന്റർനാഷണൽ വലിയ ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരാണ്. ഒരാളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, യുണീക്നെസ് അൺലീഷ് ചെയ്യുക, അതിനുള്ള ഹോപ്പ് നൽകുക. അതിനുവേണ്ടി നിലവിൽ നമ്മൾ 3 മെയിൻ കോഴ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയാവോ? ഒന്നാമത്തെ കോഴ്സിന്റെ പേര് ഹിപ്നോട്ടിസം എന്നാണ്. അത് 2 ഭാഗമായിട്ട് സെൽഫ് ഹിപ്നോട്ടിസം, ഹെട്രോ ഹിപ്നോട്ടിസം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കോഴ്സിന്റെ പേര് കരിയർ മെന്റർ മാസ്റ്റർ. കരിയർ ഗുരു ആകാനുള്ള യാത്രയുടെ ആദ്യത്തെ ഘട്ടമാണ് കരിയർ മെന്റർ മാസ്റ്ററി. മൂന്നാമത്തെ കോഴ്സാണ് ക്രിയേറ്റിവിറ്റി ക്രാഫ്റ്റ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഫ്റ്റിന്റെ ട്രെയിനിങ്. ഇതെന്താണ് ബന്ധം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആക്കി പറയാം. നമ്മുടെ ഹിപ്നോട്ടിസം കോഴ്സ് പഠിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. അവര് കുട്ടികളെ 1 to 1 ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട ചലഞ്ച്, മാർക്കറ്റിലെ പെയിൻ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കുറവാണ്. പലർക്കും സ്റ്റേജിൽ കയറാൻ പേടിയാ, വാഹനം ഓടിക്കാൻ പേടിയാ, പലതരത്തിലുള്ള ഫിയറാ. കഴിവില്ലാത്തതല്ല, പേടിയാണ്. അപ്പൊ ആ പേടിയെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഹിപ്നോട്ടിസം ഉപയോഗിക്കുന്നത്. രണ്ടാമത് കരിയർ മെന്റർ മാസ്റ്ററി കോഴ്സ് പഠിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ളവരാണ്. പക്ഷെ അവര് പോയിട്ട് 1 to 1 മെന്ററിങ് ചെയ്യുന്ന 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ്. ആ കുട്ടികൾ ഞങ്ങൾ കണ്ടൊരു കാര്യം, പല കുട്ടികൾക്കും പലതരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ട്. സ്ക്രീൻ അഡിക്ഷൻ ഉള്ളവരുണ്ട്, പല കുട്ടികൾക്കും കഴിവുണ്ട്, പക്ഷെ ആ കഴിവിനെ വളർത്താനുള്ള ധൈര്യമില്ല. ചിലവർക്ക് അവരുടെ ലോകം എന്താണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറേ അധികം ചലഞ്ചസ് നമ്മൾ കണ്ടു. കാരണം നമ്മൾ 2 ടൂളുകളോടെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മൾട്ടിപ്പിൾ ഇന്റലിജൻസും, 2 ലൈഫ് സ്കിൽസും. എല്ലാം കരിയർ മെന്റർ മാസ്റ്റർ പഠിച്ചിട്ട് കുട്ടികളുടെ കഴിവ് കണ്ടുപിടിക്കാൻ എക്വിപ്ഡ് ആയിട്ടുള്ളവരാ. ഇവരോട് ചോദിച്ചറിയാം. ഇവർ ഓരോ കുട്ടികളുടെ അടുത്തും പോയി കണ്ടപ്പോൾ, സംസാരിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്കുകളുണ്ട്. ആ ഫീഡ്ബാക്കിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞ സത്യമുണ്ട്. നമ്മൾ ഈ 14 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിന്റെ താഴെയുള്ള കുട്ടികൾക്കും സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ആ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് ചെറുപ്രായത്തിലെ തന്നെ ലൈഫ് സ്കിൽസ് അടക്കമുള്ള കാര്യങ്ങളുടെ സപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നുള്ളത്. നമ്മളെല്ലാവരും ഭയങ്കര അഭിമാനത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം നല്ല പുലികളാണ്, മിടുക്കരാണ്. ഇപ്പൊ എനിക്ക് ശേഷം നിങ്ങൾ ഈ കുട്ടികളെ കേൾക്കാൻ പോവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ചലഞ്ച് എവിടെയെന്ന് വെച്ചാൽ കുട്ടികൾക്കിടയിൽ ചില ഇഷ്യൂസ് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. കോവിഡിന് ശേഷം സ്ക്രീൻ അഡിക്ഷൻ എന്നൊരു സംഭവം, സ്ക്രീൻ അഡിക്ഷൻ മാത്രമല്ല പലതരത്തിലുള്ള ചലഞ്ചസും വരുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ റിക്വസ്റ്റ് വെക്കുകയാണ്. നമ്മളൊരു വെബിനാർ 26-ാം തീയതി നടത്തുന്നുണ്ട്. ആ വെബിനാറിന്റെ ഭാഗമായിട്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ഒരു ലാൻഡിംഗ് പേജ് ആണ്, ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ ആ വെബ്സൈറ്റ്, ഇതാണ് ആ വെബ്സൈറ്റ് ഒന്ന് പോകണം. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കണം. കാരണം ഹഗ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നല്ലൊരു റിസർച്ച് നടത്തിയിട്ട് ഓരോ പ്രശ്നത്തിനുള്ള പരിഹാരം എഡ്യൂക്കേഷൻ വൈസ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും ഇഷ്യൂസ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പ്രസന്റ്ലി കാണിച്ചുകൊണ്ടിരിക്കുക. excessive depends on mobile devices, difficulty paying attention and staying focused, restlessness and hyperactivity, reduced creativity and imagination, lack of interest on non-screen activities, reduced social interaction, irritability and mood swings, low patience, communication and speech എന്നുള്ള challenges. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരമായി നമ്മൾ കണ്ടെത്തിയതാണ് ക്രാഫ്റ്റ് ട്രെയിനിങ്.
ക്രാഫ്റ്റ് ട്രെയിനിങ്, ഹഗിന്റെ ക്രാഫ്റ്റ് ട്രെയിനിങ് വെറും ക്രാഫ്റ്റ് ട്രെയിനിങ് അല്ല. ആ ക്രാഫ്റ്റ് ട്രെയിനിങ്ങിന്റെ ഒപ്പം തന്നെ കുട്ടികളുടെ ലൈഫ് സ്കിൽസും മൾട്ടിപ്പിൾ ഇന്റലിജൻസും കണ്ടെത്തിയിട്ട് അതിനുള്ള ഗൈഡൻസ് കൃത്യമായി നൽകുന്ന, അത് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കട്ടെ. അത് കൃത്യമായി നമ്മുടെ ജസ്റ്റിൻ സാർ ലീഡ് ചെയ്തപ്പോൾ നമ്മുടെ മെന്റേഴ്സ്, കരിയർ മെന്റർ മാസ്റ്റർ പഠിച്ചിറങ്ങിയ മെന്റേഴ്സ്, ഈ ബാച്ചിലെ എല്ലാ മെന്റേഴ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. ഓരോ കുട്ടിയെയും എടുത്ത് ഇൻഡിവിജ്വലി ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട്, ഇൻഡിവിജ്വലി അവരെ ഒന്ന് കേൾക്കാനായിട്ട്, അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടു. ആ എഫേർട്ട് ഇട്ടതാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ മാറ്റങ്ങൾ, ഇംപ്രൂവ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ, എൻഹാൻസ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ തുടങ്ങി നമ്മൾ മുമ്പേ പറഞ്ഞ ചലഞ്ചസ് എന്താണോ അതിന്റെയൊക്കെ പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ, അത് പൂർണ്ണമായും ഈ വെബ്സൈറ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റ് വഴി പോകുമ്പോൾ ഇവിടെ കാണാൻ പോകുന്ന കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെയും ഇനി ഇതിന്റെ ഫോളോ അപ്പിലൂടെയും എന്തൊക്കെ കാര്യങ്ങളാണ് മുമ്പോട്ട് ചെയ്യാൻ പോകുന്നത് വ്യക്തമായി പങ്കുവച്ചിട്ടുണ്ട്. ഒരു കോഴ്സ് നടത്തിയ സർട്ടിഫിക്കറ്റ് തന്നു വിടാൻ വേണ്ടിയല്ല, മറിച്ച് കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി, അവരുടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ള രീതിയിൽ ശരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യത്തെ 2 ബാച്ചുകൾ മുമ്പോട്ട് കൊണ്ടുപോയത്. അത് ശരിക്കുമുള്ളൊരു റിസർച്ച്, ശരിക്കുമുള്ളൊരു സ്റ്റഡി ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച 2 വ്യക്തികളെയാണ് നമ്മുടെ സ്വന്തം ജസ്റ്റിൻ ജോസഫ് സാറും അരവിന്ദ് സാറും. ഓൺലൈനിൽ ഇത്രയും രസകരമായി നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഈ ക്രാഫ്റ്റ് ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പുലികളല്ല, പുലികളാണ്. അത് നിങ്ങളല്ലേ പറയണ്ടേ, അല്ലെ? അത് നിങ്ങൾ സമയമാകുമ്പോൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചെയ്ത ക്രിയേറ്റിവിറ്റി വർക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഭംഗിയായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് ഇത് ആർക്കും ആക്സസ് ചെയ്യാവുന്നതാണ്. ഏത് പബ്ലിക്കിനും ഈ വെബ്സൈറ്റിലേക്ക് വരെ 5 പൈസ പോലും കൊടുക്കണ്ട, ആക്സസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഈ നാടിന്, ഈ സമൂഹത്തിന് ഹഗ് ഇന്റർനാഷണൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ വെബ്സൈറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന. കാര്യം, ഈ വെബ്സൈറ്റിലൂടെ പോയി കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പേരൻസ് മനസ്സിലാക്കണം. അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവരിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ കുട്ടികളെ ക്രാഫ്റ്റ് പഠിപ്പിക്കുമ്പം അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ് ഒരു ട്രെയിനിങ് എടുത്തു എന്നുള്ളതിനുപരി ആ കുട്ടിയിൽ നമുക്ക് എങ്ങനെ ഒരു കാതലായിട്ടുള്ള മാറ്റം കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. അതിന്റെ ബേസിലാണ് നമ്മൾ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ് ചെയ്തു, ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. സോ ഹഗിന്റെ വിഷനോട് ചേർത്ത് നിർത്തി നമ്മൾ ഈ 2 കാര്യങ്ങളും ആഡ് ചെയ്ത് ചെറിയ കുട്ടികളിലെ ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് അവരിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തി കൊടുത്തു. ഇതാണ് നമ്മുടെ ഈ ക്രാഫ്റ്റ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. സോ ഇത് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ കുട്ടീസ് ചെയ്തു. സോ ഇതിലേക്ക് നമ്മൾ വന്ന മെയിൻ ആയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ കുട്ടീസിന്റെ ഇത് കണ്ടോ, ഓരോ ദിവസവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ. നമ്മളൊരു ഒരു ക്രാഫ്റ്റ് കിറ്റ് ഉണ്ടായിരുന്നു ഇത്തവണ. ഇതിന്റെ ബേസിലാണ് നമ്മൾ പോയത്. ഓരോ കുട്ടികൾ എത്ര ഹാപ്പി ആയിട്ടാന്ന് നോക്കിയേ. കുഞ്ഞു മാധവ്, എല്ലാവരും, മാധവ നായർ, അയലോണക്കുട്ടി, എല്ലാവരും നല്ല ഭംഗിയായിട്ട് കണ്ടോ, എന്ത് ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത്. ഇങ്ങനെ എല്ലാം ഓരോരുത്തർക്കും നമ്മൾ ഒരു ദിവസം ഒരു കാര്യം ചെയ്യും, നെക്സ്റ്റ് ഡേ നമ്മളൊരു അസൈൻമെന്റ് കൊടുക്കും. ഇങ്ങനെ ഓരോ അസൈൻമെന്റ്സ് കൊടുക്കുമ്പം അവരത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് നമ്മൾ ആഡ് ഓൺസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഹാൻഡ് റൈറ്റിംഗ് ടിപ്പ്. ഇത് നമ്മൾ അതുപോലെ തന്നെ വേറെ ഒരു ബ്രെയിൻ ആക്ടിവിറ്റിയുടെ എക്സസൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ ജസ്റ്റ് നമ്മുടെ കൂടെയുള്ള പേരൻസിനും പിന്നെ ബാക്കി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെ അറിവിന് വേണ്ടി ആസ് എ ട്രെയിനർ എന്താണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് ഒരു ഷെയർ ചെയ്തതാണ്. സോ ഇതിന്റെ പാർട്ടിസിപ്പൻസ് ആയ മക്കളാണ് ഇതിന്റെ അകത്തെ ഹീറോസ്, അല്ലേ? കുട്ടികൾ പൊതുവെ സ്ക്രീനുകൾക്ക് അടിമകളല്ലായിരുന്നെങ്കിലും ഈ അവധിക്കാലത്ത് ഒരുപാട് സമയം അലക്ഷ്യമായി പാഴാക്കി കളയുന്നുണ്ടായിരുന്നു. ഹഗ് ടീം നടത്തുന്ന ഈ ഒരു ടാസ്കിനെ കുറിച്ച് അറിയുന്നതും മക്കളെ അതിലേക്ക് ചേർത്തതും ഇന്ന് ഈ തീരുമാനത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണ്. ഹഗ് ക്രാഫ്റ്റ് 1.0 എന്ന് പറഞ്ഞത് വെറും ഒരു ക്രാഫ്റ്റ് അല്ല. ഈ ദിവസങ്ങൾ കൊണ്ട് എന്റെ മക്കൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറി. കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യാനും സമയം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുവാനും അവർ പഠിച്ചു. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ ഉണർത്തുന്നതോടൊപ്പം അവരെ മികച്ചൊരു അച്ചടക്കത്തിലേക്ക് നയിക്കുവാനും ഇതിന് കഴിഞ്ഞു. എൻ്റെ പേര് ശ്രീവേദിക. ഞാൻ 7th പഠിക്കുന്നു. എനിക്ക് ആദ്യം ക്രാഫ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ ക്രാഫ്റ്റ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്,
ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യാന്ന്. അപ്പം എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ആ കിറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അത് തുറന്നിട്ട് ഞാൻ നന്നായിട്ട് പഠിപ്പിക്കലും എല്ലാം നന്നായിരുന്നു. ആദ്യം എനിക്ക് തീരെ ക്ഷമാശീലം ഇല്ലാത്ത ഒരു ആളായിരുന്നു ഞാൻ. അപ്പൊ എനിക്കിപ്പോ ക്ഷമാശീലമൊക്കെ വന്നു. അതിനോട് പിന്നെ ആദ്യം ഞാൻ ക്രാഫ്റ്റ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ക്രാഫ്റ്റ് എല്ലാം ഒരു ഫിനിഷിങ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ മോള് പറഞ്ഞതുപോലെ മോൾക്ക് ഇഷ്ടമായിട്ട് തന്നെ ജോയിൻ ചെയ്തതാ. കുറെ ക്രാഫ്റ്റ് ഒക്കെ ആദ്യം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾക്ക്. ആദ്യം അത്ര പെട്ടെന്ന് കാട്ടിക്കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് അത് ഇതാക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അത് കണ്ട് ശരിക്കും അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനും പിന്നെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ അസസ് ചെയ്തിട്ട് ഇതിന്റെ എല്ലാ മെന്റേഴ്സും അത് നോക്കുന്നുണ്ടായിരുന്നു. ഓൺലൈനിൽ കുട്ടികൾക്ക് എന്ത് മാറ്റാണ് വരുന്നുള്ളത് എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതെല്ലാം വെച്ചിട്ട് അസസ്മെന്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റും അസസ്മെന്റ് എടുത്തിട്ട് ഒരു റിപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഇപ്പൊ കുട്ടികൾക്കെല്ലാം സ്ക്രീൻ അഡിക്ഷൻ ആണ്. പക്ഷെ ഇങ്ങനത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചാൽ നല്ല. അല്ലെങ്കിൽ റീൽസ് കാണാൻ വേണ്ടിയിട്ടും ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ക്രാഫ്റ്റ് സെഷൻ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ക്രാഫ്റ്റുകളൊക്കെ കുറച്ച് പാടായിരുന്നു, പക്ഷെ പിന്നെ എല്ലാം ശരിയായി വന്നു. കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് നല്ല ഈസി ആയിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്ലൈ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൂര്യ മാം ഒക്കെ ഉണ്ടായിരുന്നു. സൂര്യ മാമിയുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് കുറച്ചൊക്കെ കിട്ടിയത്. അങ്ങനെ എല്ലാം കൂടി തീർത്തും നന്നായിട്ടുണ്ടായിരുന്നു. കുറെ നേരം ഇങ്ങനെ ചെയ്ത് എനിക്ക് കുറച്ച് ക്രാഫ്റ്റിന്റെ എക്സ്പീരിയൻസും കിട്ടി. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ അടുത്ത് കുറെ പറയുന്നു. വേറെ വല്ല സെഷൻ ഉണ്ടോ നമ്മുടെ അടുത്ത് കുറെ ചോദിക്കും. എല്ലാരും എന്നോട് കൈൻഡ് ആയിരുന്നു. ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. എന്റെ പേര് മിയാസ. ഞാൻ തിരൂരിലാണ്. അഗ് ഇന്റർനാഷണലിന്റെ ക്രാഫ്റ്റ് കോഴ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. സൂര്യ മാം ആണ് ഈ കോഴ്സിനെ പറ്റി ഉമ്മാക്ക് ഷെയർ ചെയ്ത് കൊടുത്തത്. താങ്ക് യു മാം. ജസ്റ്റിൻ സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് അതായിരുന്നു. താങ്ക് യു സാർ. അനീസ് സാറും സപ്പോർട്ട് ചെയ്തു. സാർ നല്ല കോമഡി പറയുന്നത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇടക്ക് ട്രാവലിംഗിൽ ആയതുകൊണ്ട് പല ലൈവ് ക്ലാസ് ഇടക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങളുടെ മെന്റേഴ്സ് നന്നായി സപ്പോർട്ട് ചെയ്തു. ബുക്സ് നോക്കിയും ആപ്പിലെ വീഡിയോ നോക്കിയും നന്നായി ചെയ്യാൻ പറ്റി. താങ്ക് യു മാം. ഇപ്പോൾ ഒഴിവു സമയം കിട്ടുമ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ക്ലാസ് സംഘടിപ്പിച്ച എല്ലാ കോർഡിനേറ്റേഴ്സിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. നല്ല ഇൻഫർമേഷനാണ് നൽകിയത്. ഒരു അനുഭവമായിരുന്നു. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റി. ജസ്വിൻ സാർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി. മെന്റേഴ്സ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്. ആദ്യമൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു, പിന്നെ സെറ്റായി വന്നു. താങ്ക് യു. ഇവർ ഈ ഫീഡ്ബാക്കിൽ ആദ്യം ഇവരോട് സംസാരിക്കാൻ പറയുമ്പോൾ അവർ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരുന്നു. ഇപ്പോൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് അവർ സംസാരിക്കുന്നത് വെച്ചാൽ അത് ഈ ക്രാഫ്റ്റിന്റെ ട്രെയിനിങ്ങിൽ കിട്ടിയ പ്രചോദനമാണ്. ആദം എന്നാണ്. ഞാൻ സെക്കൻഡ് എൽകെജിയിൽ പഠിക്കുന്നു. ആ ക്രാഫ്റ്റ് ക്ലാസ്സിന്റെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓൺലൈനത്തെ. ഡ്രോയിങ്ങും ക്രാഫ്റ്റും ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു നല്ലപോലെ. ഞാൻ യൂട്യൂബ് നോക്കി കാറും മിസൈലും റോക്കറ്റും അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഈ ക്രാഫ്റ്റ് ക്ലാസ്സിൽ എനിക്ക് അല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. പുതിയ ഓരോ സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പൊ ഉണ്ടാക്കാം ഇമാജിനായിട്ട്. ഞാൻ ഫോൺ ഇപ്പൊ നോക്കാറില്ല. അല്ലാണ്ട് ഇപ്പൊ ഞാൻ കുറെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഫോൺ നോക്കാണ്ട് തന്നെ. പിന്നെ എനിക്ക് എൻ്റെ എല്ലാ ഡൗട്ടും ഞാൻ
ജസ്റ്റിൻ സാറോട് അപ്പൊ തന്നെ ചോദിക്കുമായിരുന്നു. എനിക്ക് അപ്പൊ ജസ്റ്റിൻ സാറ് പെട്ടെന്ന് ക്ലിയർ ചെയ്തും തരും. അങ്ങനെ എനിക്ക് ഈ ക്രാഫ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ലൈഫ് സ്കിൽസ് ഇതൊക്കെ മെന്റേഴ്സ് കണ്ടുപിടിച്ച് തരും. താങ്ക് യു. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മൈ നെയിം ഇസ് ജോൻ സെറ ബിൻഡോ. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹഗിന്റെ ക്രാഫ്റ്റ് ക്ലാസ് എനിക്ക് വളരെ ഉപകാരം ഉണ്ടായിരുന്നു. ഞാൻ ഏർലിയർ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു. എനിക്ക് മൈൻഡിൽ ഇങ്ങനെ ഡ്രോയിങ് ആണെങ്കിലും ക്ലേ മോഡലായിരുന്നെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു. എനിക്ക് ഹഗ്ഗി വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അത് അനീഷ് സാറും ജസ്റ്റിൻ സാറും അരവിന്ദ് സാറും എല്ലാം എനിക്ക് ക്ലിയർ ചെയ്ത് തന്നു. മെന്റേഴ്സ് ആണെങ്കിലും ക്ലിയർ ചെയ്ത് തന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് കോഴ്സിനും സെക്കൻഡ് കോഴ്സിനും ചേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ TV കാണുമായിരുന്നു. TV ഇപ്പൊ ഞാൻ കാണാറേ ഇല്ല. ഞാൻ മോസ്റ്റ്ലി ഇപ്പൊ ക്രാഫ്റ്റിലാണ്. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ചിഞ്ചു മാത്യു. ഐ എം എ സോഷ്യൽ വർക്കർ. MSW ആണ് ചെയ്തത്. അതിനുശേഷം ലൈഫ് സ്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഹഗിന്റെ കരിയർ മെന്റർ മാസ്റ്ററി, സെൽഫ് ഹിപ്നോട്ടിസം, ഹെട്രോ ഹിപ്നോട്ടിസം ഈ കോഴ്സുകളിലെല്ലാം സർട്ടിഫൈഡ് ആണ്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഹഗിന്റെ ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ക്ലാസ് വന്നത്. അപ്പോഴും മക്കൾ ഓൾറെഡി രണ്ടുപേരും, ജോവാൻ 4th സ്റ്റാൻഡേർഡ്, ആദം 3rd സ്റ്റാൻഡേർഡ്, രണ്ടുപേരും നന്നായിട്ട് അത്യാവശ്യം വരയ്ക്കുകയും അതുപോലെ ക്രാഫ്റ്റ് ഒക്കെ യൂട്യൂബിൽ നോക്കി ചെയ്യും. മോള് കൂടുതലും ഡ്രോയിങ്ങിലാണ് ഇൻട്രസ്റ്റഡ്. മോൻ പേപ്പർ ക്രാഫ്റ്റ്, ഈ പറഞ്ഞ പോലെ ഗണ്ണ്, മിസൈല്, സാധാരണ ബോയ്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാർ, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോ ഇവിടെ അടുത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടില് അവര് ഡ്രോയിങ്ങിനും ക്രാഫ്റ്റിനും ഒക്കെ വിടുന്നുണ്ടായിരുന്നു. ഏകദേശം 1 വർഷമായി. പിന്നെ എന്തുകൊണ്ട് ഹഗിന്റെ ഈ ഒരു ക്രാഫ്റ്റ് ക്ലാസ്സിന് ജോയിൻ ചെയ്യിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൽ അന്വേഷിച്ച് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എല്ലാ കോഴ്സുകളും ഹഗിന്റേത് ഒരു വ്യക്തിയുടെ പർപ്പസ് കണ്ടുപിടിക്കാൻ, അതുപോലെ അവരുടെ ലൈഫ് സ്കില്ല് കണ്ടുപിടിക്കാനും, അതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇതിലെല്ലാം ഊന്നിയിട്ടുള്ളതാണ് ഓരോ കോഴ്സും. അപ്പോൾ ഓൾറെഡി കരിയർ മെന്റർ മാസ്റ്ററിയില് ഇതെല്ലാം പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളെ 10+2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ കുട്ടികളെ എങ്ങനെ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എങ്ങനെ ഇത് കണ്ടുപിടിക്കും, കുറെയൊക്കെ നമുക്ക് കരിയർ മെന്ററി പഠിച്ചപ്പോൾ മനസ്സിലായി. എങ്കിലും ചില കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്ന ഡൗട്ട്ഫുൾ ആയിരുന്നു. അപ്പോഴാണ് ഈ കോഴ്സ് വന്നത്. അങ്ങനെ കോഴ്സിന് ചേർത്ത് ഇവര് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഹഗിന്റെ ഈ സിസ്റ്റം, മാസ്റ്റർ ട്രെയിനർ ജസ്റ്റിൻ സാറും അതുപോലെ അരവിന്ദ് സാറും അതുപോലെ കോർഡിനേറ്റർ നിഷ മാം, മെന്റേഴ്സ് എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ആദ്യം ഒരു ഡൗട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഓൺലൈനിൽ ഇതൊക്കെ ചെയ്തെടുക്കും. കുട്ടികളുമാണ്, ക്രാഫ്റ്റ് ആകുമ്പോൾ എല്ലാം ചെയ്ത് കാണിക്കണം, മനസ്സിലാക്കണം. അപ്പൊ ഇതെങ്ങനെ നടത്തും എന്നൊരു ആകാംക്ഷയും ഒരു ഡൗട്ടും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറും എന്താ പറയാ ഡൗട്ട് മീൻസ് അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ കുട്ടികളും നന്നായിട്ട് ഇത് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കണ്ടു. ഇവർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോ മനസ്സിലായി എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര രീതിയിലാണ് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, കുട്ടികളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം LMS അതിന്റെ റെക്കോർഡിങ് കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് വീണ്ടും ചെയ്യാം. പിന്നെ മെന്റേഴ്സിന്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കാം. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞു. അപ്പോ ഇപ്പൊ മോള് പറഞ്ഞതനുസരിച്ച് ആൾക്ക് സ്ക്രീൻ ടൈം ടിവിയിലെ പ്രോഗ്രാം കാണുന്നത് ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടി. അപ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമായത്. അത് മെന്റേഴ്സ് ജസ്റ്റിൻ സാർ, അരവിന്ദ് സാറും ഒക്കെ ഈ ക്ലാസ് നടത്തുമ്പോൾ മെന്റേഴ്സ് ഇവരെ അസസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അറിയാതെ ഓരോ ചോദ്യങ്ങളും ഇവരുടെ ഉത്തരങ്ങളും ഇവരുടെ സംസാരം എല്ലാ കാര്യങ്ങളും അതിലൂടെ അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അവരുടെ ഭാഷാപരമായ കഴിവാണോ അല്ലെങ്കിൽ ഇപ്പൊ കുക്കിങ്ങിനാണോ മ്യൂസിക്കിലാണോ, ഇതൊക്കെ ഇടയ്ക്ക് ചോദ്യങ്ങളായിട്ടും എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിട്ടും കഥകളിലൂടെയൊക്കെ ഇവര് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കൈ കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും കീ സ്ട്രെങ്ത് എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത്, ഏതിലാണ് ഇപ്പൊ സോഷ്യൽ സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ ലേണിംഗ് എബിലിറ്റി എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എങ്ങനെ, അതുപോലെ അവരുടെ എന്തൂസിയാസം, ഇമോഷണൽ
എന്താ പറയാ, അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു, ടീം വർക്ക് ഉണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ അസസ് ചെയ്തിട്ട് ഈ സ്ട്രെങ്ത് കിട്ടി. അതുപോലെ തന്നെ ഏരിയാസ് ഫോർ കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ്, ഏതൊക്കെ മേഖലകളിലാണ് ഈ കുട്ടി ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ അധികം സംസാരിക്കാത്ത കുട്ടിയാണ്, കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങണം, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം, അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് ഇനി എന്താണ് ഡെവലപ്പ് ചെയ്യാനെന്നുള്ളതിന്റെ ഒരു സ്ട്രക്ചർ കയ്യിൽ കിട്ടി. അതിനുശേഷം ലാസ്റ്റ് ഒരു സംഭവം കൂടി അതിനകത്തുണ്ട്. അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ മാപ്പ് ചെയ്തുകൊണ്ടൊരു ടേബിള്, അതില് ഓരോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് 9 ഇന്റലിജൻസ് ആണ് ഉള്ളത്. അത് ഓരോന്നും എന്താണ് അതിന്റെ കോർ പ്രോഗ്രാം. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ലിംഗ്വിസ്റ്റിക് ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എങ്കിൽ, ഭാഷാപരമായ കഴിവാണെങ്കിൽ അതിന്റെ ഫോക്കസ് എന്താണ്, അതായത് വൊക്കാബുലറിയും കമ്മ്യൂണിക്കേഷനും. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒരു 3 ആക്ടിവിറ്റി എന്തിലൂടെയൊക്കെ ഇത് ഇംപ്രൂവ് ചെയ്തെടുക്കാം. ലൈക്ക് എന്താണ്, അക്ഷരമാല, കിച്ചൺ ഗെയിം, അങ്ങനെ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ്. അങ്ങനെ ഒരു ഫുൾ സ്ട്രക്ചർ ആണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഞാൻ വളരെ ഹാപ്പിയാണ് ആസ് എ മദർ ആൻഡ് എ ട്രെയിനർ. ഇത് എന്റെ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ കണ്ടുമുട്ടുന്ന ക്ലാസ് എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് വളരെയധികം അവരെ ഗൈഡ് ചെയ്യാനായിട്ടും നല്ലൊരു മാർഗം കാണിച്ചു കൊടുക്കാനായിട്ടും പറ്റുന്ന ഒരു കിറ്റാണ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. ഈ കോഴ്സ് ഇനിയും തുടർന്ന് ധാരാളം ബാച്ചുകളിലേക്ക് ഇത് തുടർന്ന് പോകട്ടെ. കുട്ടികളെല്ലാം നല്ല രീതിയിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള കുട്ടികളായിട്ട് നാളത്തെ പൗരന്മാരായിട്ട് വളർന്നു വരട്ടെ. അവർക്ക് മാർഗരേഖ നൽകാൻ ഇത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഫ്രം ഗ്രേഡ് 6. ഞാൻ പഠിക്കുന്ന ആൻഡോൺ സെൻട്രൽ സ്കൂളിലാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ ഹഗ് ഓൺ ഇന്റർനാഷണൽ ഇത് പറഞ്ഞപ്പം, ഈ കിറ്റ് വന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതിന്റെ 2.0 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തുറന്നു നോക്കിയപ്പം കൂടുതൽ ഞെട്ടിപ്പോയി. കാരണം ആണെങ്കിൽ 2.0 കുറെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് കുറച്ചേ ഉണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഇതായിരുന്നു. അതായത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും, പിന്നെ ആദ്യത്തെ ക്ലാസ്സിലായിരുന്നു എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ചെയ്യാനാണെങ്കിലും. അച്ഛനായിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്തെന്ന്. പിന്നെ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോ ജസ്വിൻ സാറിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരും. പിന്നെ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ തന്നെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈ ക്ലാസ്സിൽ എനിക്ക് മെയിൻ ആയിട്ട് കിട്ടിയ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതാനാണ്. പിന്നെ അതാണെങ്കിൽ ISRO കുറിച്ച് പഠിക്കാനും കിട്ടി, ഒട്ടകപക്ഷിയെ കുറിച്ച് നന്നായിട്ട് ഇൻഫോർമേഷനും കിട്ടി, ബാറ്റിനെ കുറിച്ച് പറയാനും കിട്ടി. എല്ലാ ടീച്ചേഴ്സിനും താങ്ക് യു. My name is Mothers. I liked the craft sessions, and when I was doing the craft sessions, I started to improve on handwriting and reducing some screen time. And my hobby was to be a chef. I enjoyed the cooking videos. ഓക്കെ സർ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈമ എന്നാണ്, മാധവൻ്റെ അമ്മയാണ്. മാധവനിപ്പോൾ നെക്സ്റ്റ് മന്തിൽ 11 years ആകും. 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവൻ്റെ ചെറിയ ഏജിൽ തന്നെ അവൻ ADHD ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. അവന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സ്കിൽസ് ഇല്ല. അതുപോലെ തന്നെ കോംപ്രിഹെൻഷനും കോമ്പോസിഷനും ഒക്കെ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇവൻ്റെ കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവൻ പലതരത്തിലുള്ള തെറാപ്പികളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തെറാപ്പിസ്റ്റിനോടൊക്കെ ഇവൻ്റെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് നമ്മൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവനത് ഒഴിവാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പലപ്പോഴും തിരിച്ചു ചോദിക്കാറുള്ളൊരു കാര്യം, നിങ്ങളത് നിർത്താൻ പറയുന്നുണ്ട്, പക്ഷെ അതിന് പകരം നിങ്ങൾ എന്താണ് അവന് കൊടുക്കുന്നത്, അവന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്താണ് അവന് ചെയ്യാൻ പറ്റുന്നത് ആ ടൈമിൽ. അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് ഇത്തരം ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിന് നേരത്തെ തന്നെ പലതരത്തിലുള്ള ഇതുപോലുള്ള ആക്ടിവിറ്റീസ് അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഓൺലൈൻ ക്രാഫ്റ്റ് സെഷൻ കണ്ടപ്പോൾ ഞാനതിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഹിപ്നോസെൽഫിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ക്രാഫ്റ്റ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിലേക്ക് ജോയിൻ ചെയ്യാണ് ചെയ്തത്.
അപ്പോൾ ഇതിൽ അവൻ എല്ലാ പ്രോജക്ട്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായി തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഇവന് ഈ വിരലുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫൈൻ വർക്ക്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ പശയൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും കൺട്രോൾ ഇല്ലാതെ കൂടുതൽ വീഴുകയും അതൊരു മെസ്സാകുകയും ചെയ്യും. അപ്പോൾ ആളൊരു പെർഫെക്ഷനിസ്റ്റ് കൂടിയാണ്, അതിൻ്റെ ഒരു നേച്ചർ ആണ് അവൻ്റെ ഒരു. അപ്പോൾ അത് കാരണം ഇത് മെസ്സാകുമ്പോഴേക്കും അവൻ കുറേ ഇറിറ്റേറ്റഡ് ആവും, പകുതി വഴിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മറ്റു പലതും ചെയ്യുമ്പോഴും ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഒന്നെങ്കിൽ ഇതുപോലെ ഇറിറ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ആക്ടിവിറ്റി ചെയ്തിട്ട് വീണ്ടും സ്ക്രീനിലേക്ക് പോകും. പക്ഷേ ഇതിൽ ഒരു കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, കുറെ കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ഇത്. അപ്പോൾ വ്യക്തമായി ഇന്ന പ്രോജക്റ്റുകൾ ചെയ്യണം, അടുത്ത ദിവസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്, ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവൻ കുറെ കൂടി അതിൽ ഇരിക്കാനും അത് ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ എനിക്കും അതിൻ്റെ കൂടെ ഇരുന്ന് അവനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഓഫ്ലൈനിലേക്കാൾ കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്തു ഇവനെ എന്ന് പറയണം. കാരണം എനിക്ക് ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുകയും അവനെ അതിനനുസരിച്ച് ഗൈഡ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇമ്പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഈ ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇവൻ്റെ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ഹാൻഡ് റൈറ്റിംഗിൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ആക്ടിവിറ്റീസും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൻ നേരത്തെ തന്നെ അതുപോലുള്ള കുറേ വർക്ക്ഷീറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ അവന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ അവൻ ഈ പറഞ്ഞ പോലെ അവനൊരു ഷെഫാകണമെന്നാണ് പണ്ട് മുതലേ ആരെങ്കിലും ചോദിച്ചാൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുക്കിംഗ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിടാൻ പറഞ്ഞപ്പോൾ ആളിന് അത് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവൻ്റെ ശ്രുതി മാമാണ് എന്നെ വിളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. അപ്പോൾ അത് വളരെ ക്ഷമയോടുകൂടി എന്നെ മുഴുവനായിട്ടും കേൾക്കുകയും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മാം. അതുപോലെ നിഷ മാമും ഇടയ്ക്ക് വിളിച്ചിട്ട് എന്തൊക്കെയാണ് അടുത്ത് ചെയ്തു തീർക്കാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിൻ സാർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, അവരുടെ ഒരു സുഹൃത്തിനെ പോലെ തന്നെയാണ് അവരുടെ കൂടെ നിന്ന് അവരെ ഗൈഡ് ചെയ്യുകയും ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ സാറിനും അതുപോലെ തന്നെ ഹഗിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഹൃദയപൂർവ്വം ഉള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തി. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ചെറിയ പ്രായത്തിലെ തന്നെ ലിംഗ്വിസ്റ്റിക് ആണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു 2 വയസ്സ് 2.5 വയസ്സായപ്പോൾ തൊട്ട് ആള് നമ്മളോട് അവന്റെ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് കാര്യങ്ങളെ അവൻ സംസാരിക്കത്തുള്ളായിരുന്നു. പക്ഷെ അവൻ സംസാരിക്കുന്നത് കൂടുതലും ഇംഗ്ലീഷിലായിരുന്നു സംസാരിക്കുന്നത്. അപ്പം എനിക്കും അവനോട് എപ്പോഴും മിങ്കിൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഇവന്റെ ഒരു ലാംഗ്വേജ് മനസ്സിലാകത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇവൻ ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. കാരണം അത്ര സ്പീഡില് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മുടെ ഫോറിനേഴ്സ് ഒക്കെ സംസാരിക്കുന്ന അതേ ഒരു ഫ്ലുവൻസിയിലായിരുന്നു ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കൊച്ചി TV വെച്ചു കൊടുത്തിട്ടാണ് ഇവൻ കുറച്ച് മലയാളം, പിന്നെ ഇവൻ മലയാളം സംസാരിക്കുന്ന അച്ചടി ഭാഷയിലായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ തന്നെ ഇവനെ സ്കൂളിൽ ചേർത്തു. 3 വയസ്സായപ്പോൾ തന്നെ KG ആക്ച്വലി 3 വർഷം അവൻ LKG UKG തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ഇതായിട്ട് ഇവന് ഭയങ്കര ഇൻട്രോവർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതൊന്നും ഇഷ്ടമല്ല. ടൂറ് പോയാൽ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ സ്ഥിരം ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ കുറച്ച് ടീച്ചേഴ്സിന്റെ മക്കളുണ്ട്, അവരുണ്ടെങ്കിൽ മാത്രമേ ഇവൻ പുറത്തു വരൂ, വേറെ എങ്ങും പോകില്ല. ആയിരുന്നു ഇതിന്റെ ഒരു ക്യാരക്ടർ. അങ്ങനെ നിന്ന സമയത്താണ് ഫോൺ എടുക്കും. അപ്പൊ ആളുടെ എപ്പോഴും ബോറിംഗ് ആണ്, ബോറടി മാറ്റാൻ വേണ്ടി ഫോൺ മാറ്റും. നമ്മൾ ഫോൺ തിരിച്ചു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അപ്പോഴേ വെക്കും. പക്ഷെ ഇവന് പകരം കൊടുക്കാനൊന്നുമില്ല. കാരണം ഇവന് റീഡിങ് ഇഷ്ടമാണ്, അത് ഇംഗ്ലീഷ് ബുക്കുകൾ മാത്രമേ വായിക്കത്തുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ബുക്ക് വായിച്ചിട്ട് അവൻ മാറ്റി വെക്കും. പിന്നെ നമ്മൾ എന്ത് അവന് കൊടുത്താലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ബോറടിക്കുന്നു ആ ഒരു ഇതിലാണ്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെയാണ് നമ്മുടെ ക്രാഫ്റ്റിന്റെ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ഇവനെ ചേർക്കാവുന്നത്. പക്ഷെ ഇപ്രാവശ്യം സ്കൂള് തുറന്നതിന് ശേഷം അവന്റെ ടീച്ചേഴ്സിന്റെ എല്ലാ റിവ്യൂ ഭയങ്കര, എല്ലാവരും ഇന്നുകൂടി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ അവന്റെ ക്ലാസ് ടീച്ചർ. അപ്പൊ ഇന്നുകൂടി എന്നെ ഇപ്പൊ എല്ലാവരോടും അങ്ങോട്ട് എന്നും മിണ്ടുന്നുള്ളതല്ലാതെ വേറെ ആരോടും അങ്ങനെ മിണ്ടില്ല.
ഇപ്രാവശ്യം എല്ലാ ടീച്ചർമാരോടും അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സിൽ കുറച്ചുകൂടി ഇന്ററാക്ഷൻ തുടങ്ങി. കുട്ടികളുമായിട്ടും ഒക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. ഈ ഒരു ക്രാഫ്റ്റിന് നമ്മുടെ കോഴ്സിലൂടെ മാത്രം എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഞാൻ ഈ ക്രാഫ്റ്റിന്റെ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞിട്ട് ഇവൻ ചെറിയ ചെറിയ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴും ഇവന്റെ ഒരു സന്തോഷം ഭയങ്കര. എനിക്കിത് ചെയ്യാൻ പറ്റി, ഞാൻ വിചാരിച്ചില്ല ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ഇതെനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ഇവന്റെ കോൺഫിഡൻസ് കൂടി വന്നത്. ഇപ്പം ആള് ഓക്കെയാണ്. എല്ലാവരോടും മിണ്ടാനാണെങ്കിലും അല്ലെ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനാണെങ്കിലും അവന് പറ്റുമെന്നുള്ള ഒരു ധാരണ അവന് വന്നു. പിന്നെ ഞാൻ ഇവൻ ലിംഗ്വിസ്റ്റിക് ആണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ പലപ്പോഴും ഇവന്റെ കൂടെ നമ്മുടെ ഈ കോഴ്സിൽ ഇരിക്കുന്നില്ലായിരുന്നു. ഇവിടുന്ന് അനീഷ് സാറാണെന്ന് തോന്നുന്നു, അത് ജസ്റ്റിൻ സാറോ ആരോ ഇവൻ ലിംഗ്വിസ്റ്റിക് ആണ്, നാച്ചുറലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു കേട്ടപ്പോ ഇവൻ ഓടി വന്ന് എന്നോട് പറഞ്ഞു, എന്നോട് ഹഗ്ഗീന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങനെയാണോ ഉമ്മി എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് ഇവൻ അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിങ്ങളിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ അവനും അതൊരു ഭയങ്കര സന്തോഷമായി. അപ്പൊ താങ്ക് യു ഹബ്ബു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രാഫ്റ്റിന്റെ ഒരു കൗതുക ലോകം എന്ന് പറഞ്ഞത് കുട്ടികളെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകുന്നതായിരുന്നില്ല, കുട്ടികൾ നമ്മളെ കൊണ്ട് പോകുന്നതായിരുന്നു. നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുമായിരുന്നു, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതായത് ശരിക്കും ഇതിലൂടെ പാരന്റ്സ് കുട്ടികളുടെ അടുത്തിരുന്നു, നമ്മളും ഇവരുടെ അടുത്ത് ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ ചുറ്റും കാണുന്ന മറ്റു കുട്ടികളിലേക്ക് ആ റിഫ്ലക്ഷൻസ് കൊടുക്കാൻ നമുക്ക്. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ജിതേഷ് ജി, വെൽക്കം ടു ഹഗ്. നമ്മുടെ ഹഗിന്റെ ക്ലാസ്സുകളിൽ വലിയവരോടൊപ്പം എങ്ങനെ ഒരു കൺവെൻഷൻ സെറമണിക്ക് കയറുന്നു അതേ ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. കാര്യം ഒരു കൊച്ചു കുട്ടികൾ സംസാരിക്കുന്നതിനപ്പുറം എങ്ങനെ ഒരു ഗ്രൂപ്പിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാം എന്നുള്ളത് എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ലപോലെ അറിയാമെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതിന് മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുട്ടികളെ കയ്യിലെടുത്ത പ്രിയപ്പെട്ട ജസ്റ്റിൻ സാറിനും ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് തലപ്പത്തിരിക്കുന്ന അനീഷ് സാറിനും ഒപ്പം കുട്ടികളെ വീക്കിലി അല്ലെങ്കിൽ ഡെയിലി അവരുടെ വർക്കുകളും ഇംപ്രൂവ്മെന്റ്സും ഒക്കെ വാച്ച് ചെയ്ത മെന്റേഴ്സിനും ഒരുപാട് നന്ദി. നമുക്ക് ജിതേഷിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് എന്ന് ചോദിച്ചാല്, നമ്മൾ ഹഗ് ആഗ്രഹിക്കുന്ന മിഷനല്ല, അവനവന്റെ കഴിവില് പാഷനെ പ്രൊഫഷനാക്കി ജീവിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഏറ്റവും മികച്ച എക്സാമ്പിൾ ആണ് അദ്ദേഹം വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. ഇതിനാ സ്പീഡ് ഡ്രോയിങ്ങില് വേൾഡിലെ ഏറ്റവും വേഗതയേറെ സ്പീഡ് കാർട്ടൂണിസ്റ്റ് ആണ് അദ്ദേഹം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഈ ഓർത്തിരിക്കാൻ നിങ്ങൾ ആരെ പരിചയപ്പെടാൻ അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ അതിനുമായിട്ട് അടുത്ത് നിൽക്കുന്ന കണക്ഷൻസ് ഒക്കെ പെട്ടെന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ ടൈറ്റിൽ വിന്നറായി മാറിയിരിക്കുന്നത്. യെസ്, അദ്ദേഹത്തെ കാണുമ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കണം ഇതുപോലെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ, ഈ ക്രാഫ്റ്റിലൂടെ വരയിലൂടെ ഇതുപോലെ സാധ്യതകളുണ്ടെങ്കിൽ ഇതിലും മികച്ചൊരു ഗസ്റ്റിനെ നമുക്ക് കിട്ടാനുണ്ടോ? നിറഞ്ഞ കൈയിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം ലോകത്തിലെ സ്പീഡ് ഏറ്റവും വേഗതയേറിയ കാർട്ടൂണിസ്റ്റ് അഡ്വക്കേറ്റ് ജിതേഷ് ജി. ഏറെ സ്നേഹത്തോടുകൂടി പ്രിയ സുഹൃത്തിനെ സ്വാഗതം ചെയ്തു. ജിതേഷ് ജി, ഓവർ ടു യു. ഗുഡ് ഈവനിങ് എവരിവൺ. ഒരുപാട് സന്തോഷം അതിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. അതിലുപരി അനീഷ് മോഹൻ എന്ന് പറയുന്ന ബണ്ടിൽ ഓഫ് എനർജി അല്ലെങ്കിൽ കോൺഫിഡൻസിന്റെ ആൾരൂപം, അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു അവാർഡ് കിട്ടുന്ന പോലുള്ള കാര്യമാണ്. ഞാനൊക്കെ എപ്പോഴും പ്രസംഗിക്കത്തേ ഉള്ളൂ, പക്ഷെ പ്രവൃത്തിയിലൂടെ കോൺഫിഡൻസ് എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കിയ വലിയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പോ പല രക്ഷകർത്താക്കൾക്കും ഒക്കെ ഇപ്പൊ ഇന്ന് ഒരു സംശയമുണ്ട്, എന്തിനാണ് ഈ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഈ ലോകത്തിനെന്നും. അപ്പൊ അതിന് കൃത്യമായൊരു മറുപടി പറയാനാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഈസ് കൺസിഡർഡ് ആസ് ദി ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നമ്മുടെ ജവഹർലാൽ നെഹ്റു MS സുബ്ബലക്ഷ്മിയുടെ ഒരു സംഗീത സായാഹ്നം കഴിഞ്ഞ് MS സുബ്ബലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് തല കുമ്പിട്ടിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ്, ഹു ആം ഐ, എ മിയർ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി ക്വീൻ ഓഫ് മ്യൂസിക്. ഈ സംഗീത റാണിക്ക് മുന്നിൽ ഞാൻ വെറും ഒരു പ്രധാനമന്ത്രി മാത്രം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, 100 കോടി ജനം വിചാരിച്ചാൽ ആരെ വേണേലും പ്രധാനമന്ത്രിയാക്കാം, പക്ഷേ MS സുബ്ബലക്ഷ്മിയെ പോലെ പാട്ട് പാടാനൊക്കെ ഇല്ല. ശരിക്കും ക്രാഫ്റ്റിന് ആർട്ടിനും ഒക്കെ ബ്രെയിൻ പവർ ഡെവലപ്മെന്റുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് ഇവിടെ പഠിപ്പിച്ചവരെന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും ഇന്ന് ഡോപ്പാമിന്റെ കുറവ് കൊണ്ടാണെന്നോ എന്തുവാന്നറിയില്ല, MDMAയും അതുപോലുള്ള സ്റ്റാമ്പും അതുപോലുള്ള മയക്കുമരുന്നുകൾക്കും ഒക്കെ പിന്നാലെ ഹാപ്പി ഹോർമോൺസിന് പകരം ഇങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ എനർജിയെ ചാനലൈസ് ചെയ്യാൻ വേണ്ടി ആർട്ടും ക്രാഫ്റ്റും ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്.
നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ 1.25 കിലോയോളം ഭാരമുള്ള 1.5 കിലോ തികച്ചില്ലാത്ത ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ബ്രെയിൻ പവർ, ആ ബ്രെയിൻ ആണ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി. ടെലിവിഷൻ, ജോൺ അൽബേർഡ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്, മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്, ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മുടെ ഇമാജിനേഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു തരം ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയുമാണ് ലോകത്തെ ഏറ്റവും മഹത്തായ കാര്യം. ആ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കുട്ടിക്കാലം മുതലേ ബിൽഡപ്പ് ചെയ്യാനുള്ള വലിയൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുട്ടികൾ നമ്മുടെ ഹഗ്ഗിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. അവരെ I would like to congratulate them all. What's the best profession in the world? I would like to ask you, what's the best profession in the world? നിങ്ങൾക്കെല്ലാം പല അഭിപ്രായങ്ങളായിരിക്കും. If you can transform your passion into profession, that's the best profession in the world. If you can transform your passion into profession, that's the best profession in the world. But സച്ചിൻ തെണ്ടുൽക്കറിന്റെ പാഷൻ എന്തായിരുന്നു? Playing cricket. He transformed his passion into profession and he became the god of cricket. മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരെല്ലാം എടുത്തു നോക്കൂ, അവരുടെ പാഷനെ പ്രൊഫഷൻ ആക്കിയവരാണ്. ഇപ്പോൾ ഒരാൾക്ക് എന്താണ് പാഷൻ എന്ന് പറഞ്ഞാൽ ആ പാഷൻ സാക്ഷാത്കരിക്കുക, ഒരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആരാണ് കൂടെ നിൽക്കുന്നത്, ആളാണ് ഏറ്റവും മികച്ച രക്ഷകർത്താവ്. തലമുറയ്ക്ക് തിരിച്ചറിവുണ്ടാവട്ടെ. വായന ഇമാജിനേഷൻ വർദ്ധിപ്പിക്കും. അറിവ് കിട്ടാൻ നമുക്ക് TV കണ്ടാൽ മതി, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും എത്രയോ മാർഗങ്ങളുണ്ട്. പക്ഷേ ആ ഇമാജിനേഷൻ എത്രത്തോളം വളരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ ഇന്ന് പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം, മെമ്മറി ഏറ്റവും കുറഞ്ഞു വരുന്നു. ഒന്നും സ്റ്റോർ ചെയ്തിട്ട് വരുന്നില്ല, എല്ലാം ഗാഡ്ജറ്റ്സിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും ഓർക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് കാര്യം ഉപയോഗിക്കായിരുന്നോ അതിന്റെ കഴിവ് നഷ്ടപ്പെട്ടു. അതിലിവിടെ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ഗ്രാജുവേഷൻ സെറമണി ഇനാഗ്രേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സോ മച്ച് ജിതേഷ്. വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ജെമ്മാണ് പറഞ്ഞതെല്ലാം, ജെമ്മാണ്. പ്രിയപ്പെട്ട ജസ്റ്റിൻ ജോസഫ് സാർ ആണ് നമ്മുടെ ഈ കോഴ്സിനെ ലീഡ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി. ജസ്റ്റിൻ സാർ സ്ക്രീൻ ഷെയർ ചെയ്യും, ജിതേഷ് പേരൊന്ന് വായിച്ചാൽ മതിയാകും. താങ്ക് യു. ആഗ്നസ് അരുൺ. ആഗ്നസ് വളരെ ക്യൂട്ടായിട്ടെല്ലാം വളരെ ഈഗർനെസ്സോട് കൂടി കണ്ട് മനസ്സിലാക്കി ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. സോ കൺഗ്രാറ്റുലേഷൻ ആഗ്നസ്. സാറിന്റെ കയ്യിൽ നിന്ന് അതെ, ആഗ്നസിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആരോൺ ഷാഹുൽ. ആരോൺ വളരെ സൈലന്റ് ആണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് സംശയം ഉണ്ടെങ്കിൽ ആള് ചോദിച്ച് വളരെ സൈലന്റ് ആയിട്ടുള്ള ആള്, പക്ഷെ വെരി ക്രിയേറ്റീവ്. കൺഗ്രാറ്റുലേഷൻ ആരോൺ. സർ പ്ലീസ്. ആരോണിന് സർട്ടിഫിക്കറ്റ് നൽകുന്നു. റയാൻ ജേക്കബ് കോശിക്ക് അഭിനന്ദനങ്ങൾ. സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരാളാണ്. നമ്മളെ സംശയം ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കും. വെരി ഗുഡ് ആൻഡ് എനർജറ്റിക്. സാവിയോ ജിജോ, കൺഗ്രാറ്റുലേഷൻസ് സാവിയോ. സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. ഫ്രാൻസിസ് ജിജോ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫ്രാൻസിസ് ജിജോ. സാർ ഇവര് രണ്ടുപേരും സഹോദരങ്ങളാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരേ ക്യാമറ ഉപയോഗിച്ച് തന്നെ രണ്ടുപേരും വളരെ മത്സരബുദ്ധിയോട് കൂടി ക്രാഫ്റ്റ് ചെയ്യുകയും ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്ത രണ്ട് കുട്ടികളാണ്. സോ വെരി ടാലന്റഡ്. ശ്രീവിദ്യ വി എസിന് സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. അലോണ ഫിലിപ്പിന് അഭിനന്ദനങ്ങൾ. സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ശ്രീനിക ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ശ്രീനികയ്ക്കും സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. ഈദ് ഇർഷാദ്, നല്ല പേരാണല്ലോ, ഈദ് ഇർഷാദ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഈദ് ഇർഷാദ്. സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. മാധവ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. മാധവിന് സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. ശ്രീഭാഗ്യ രഞ്ജിത്ത് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ശ്രീഭാഗ്യയ്ക്ക് സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. ജോസഫ് ജോൺ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ജോസഫ് ജോണിന് സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. താങ്ക് യു സർ. നാദവ് രഞ്ജിത്ത് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. ആദം ജോർജ്. താങ്ക് യു സോ മച്ച് ജിതേഷ് സാർ. മിനാസ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. മിനാസിന് സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. മിയാസ, നൈസ് നെയിം, മിയാസ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. മിയാസയ്ക്ക് സർട്ടിഫിക്കറ്റ് കൈമാറുന്നു. താങ്ക് യു സാർ. Pleasure. Aldrin K. Biju, hearty congratulations. Joanne Sarah Bindo, hearty congratulations. Sri Vedika S. Nambiar, hearty congratulations. Sri Vedika. Madhav R. Nair, hearty congratulations. Certificate kaimarunnu Madhav. Ritu Vedathre, hearty congratulations. Thank you sir. Certificate kaimarunnu. ഇതോടുകൂടി നമ്മുടെ 21 പേർക്കും സാറ് സർട്ടിഫിക്കറ്റ് കൈമാറി.
സാർ ഒരു 2 വാക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച്. നമ്മൾ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് മൾട്ടിപ്പിൾ ഇന്റലിജൻസും ലൈഫ് സ്കിൽസും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ കൂടെയുള്ള കുട്ടികളെ ടോട്ടൽ എൻഹാൻസ്മെന്റ് ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ് ചെയ്ത് ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. സോ നമുക്കൊരു വലിയ ടീമുണ്ട്. സോ ആസ് എ ട്രെയിനർ അങ്ങ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് വിതരണം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും അർഹനായ ആളെ തന്നെ അനീഷ് സാർ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു. സോ അങ്ങയുടെ സാന്നിധ്യം ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഞങ്ങൾ. സോ താങ്ക് യു സോ മച്ച്. സന്തോഷം. യെസ്, താങ്ക് യു സോ മച്ച് ജിതേഷ്. ആക്ച്വലി നമ്മുടെ ടീമിൽ എല്ലാവരും ഇങ്ങനെ അമ്പരം നിൽക്കുവാണ്. ജിതേഷ് സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്നുള്ളത്, ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ശരിക്കും ഇതിനെ കാണുന്നത്. കുട്ടികൾ എല്ലാവരും തന്നെ സാറിന്റെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തപ്പം ഇങ്ങനെ അത്ഭുതത്തോടുകൂടി തന്നെ ആ ഒരു വേഗവരയെ ഒത്തിരി തന്നെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി ഹഗ്ഗിലേക്ക് വന്നതിൽ. നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയൊരു പ്രചോദനമായി സാറിനെ പോലെയുള്ള വലിയ വ്യക്തികൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാകുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ സാറിന്റെ കലാജീവിതത്തിൽ ഇനിയും ഒത്തിരി ഉയരത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ആശംസയും കൂടി അറിയിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു ഹഗ്ഗിന്റെ ഭാഗത്ത് നിന്ന്. ഓക്കെ, ഒരുപാട് സന്തോഷം. സമയമായിട്ടുണ്ട്. നമ്മുടെ സീനിയർ മോസ്റ്റ് മെന്ററായ സെലിൻ മാമിനെ നമ്മൾക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് വിളിക്കുന്നു. ഓക്കെ, ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ജിതേഷ് ജി സാറിന് വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറയാനായിട്ട് ഇച്ചിരി സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ എങ്കിലും ആ പ്രിപ്പയർ ചെയ്ത് വെച്ച മറ്റേ ഓഡിയൻസിന് അത് ഞാനങ്ങ് പറയുകയാണ്. എന്തെന്ന് വെച്ചാല് സാറ് പറഞ്ഞ എല്ലാ മുത്തുകളും ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തതും സാർ ഇപ്പൊ പറഞ്ഞതും ഞാൻ നോട്ട് ചെയ്തപ്പം ഏതാണ്ട് എല്ലാം സെയിം തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ അനീഷ് സാറിനോട് വളരെ കാലം മുമ്പേ പരിചയത്തിലായിരുന്നോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ സാറിന്റെ വിഷനും ജിതേഷ് ജി സാറിന്റെ വിഷനും അനീഷ് സാറിന്റെ വിഷനും ഏതാണ്ട് എല്ലാം ഒത്തുപോകുന്നു. പാഷനും പ്രൊഫഷനാക്കി മാറ്റുന്നതും എല്ലാം കൂടെ. അപ്പൊ നിങ്ങൾ മുൻജന്മത്തില് ഒന്നിച്ചായിരുന്നോ എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ സംശയം. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു മരമാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സാർ ആദ്യമേ തന്നെ കരിയർ മെന്ററിയിൽ കൂടെ ആക്ച്വലി മരങ്ങളെയാണ് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ക്രാഫ്റ്റ് തുടങ്ങിയതിലൂടെ ചെറിയ തയ്യാണ് നമുക്ക് ഏത് രീതിയിലും വളയ്ക്കാനും രൂപപ്പെടുത്താനും സാധിക്കുന്നത്. ഒരു ചെറിയ ചെടിയാണെങ്കിൽ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ പ്രാക്ടിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ സമൂഹത്തിന് ബലപ്പെട്ടവരായ ജിതേഷ് ജി സാർ പറഞ്ഞ പോലെ നല്ല മനുഷ്യരാക്കി മാറ്റാനായിട്ട് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യാനായിരുന്നാണ് ഏറ്റവും നല്ലത് എന്ന് കണ്ടതിലൂടെയാണ് ക്രാഫ്റ്റ് ഉരുത്തിരിഞ്ഞതെന്നും ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അതിലേക്കുള്ള എഫേർട്ടും നോളജ് എന്ന 9 അക്ഷരവും കോൺഫിഡൻസ് എന്ന 10 അക്ഷരവും കൂടി ചേർത്ത് നല്ല മനുഷ്യരെയും നല്ല ഡോക്ടേഴ്സിനെയും നല്ല നഴ്സസിനെയും ഐ ആം പ്രൗഡ് ദാറ്റ് ഐ ആം എ നഴ്സിനെ കൂടി വാർത്തെടുക്കുന്ന ഒരു നല്ല പ്രൊഫഷനാണ്. ഒരു നല്ല കാര്യത്തെ പറ്റിയും കൂടി മെൻഷൻ ചെയ്തല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനാണ് ഇതിലെ ഏറ്റവും പ്രായം കൂടിയ മെന്റർ. അപ്പൊ ഇവരെല്ലാരും പറഞ്ഞു കുട്ടികളിൽ നിന്ന് കുറെ പഠിച്ചു എന്ന്. ആക്ച്വലി ഞാൻ കുട്ടികളിൽ നിന്ന് ചെറുപ്പമായിട്ട് ഇപ്പൊ റിട്ടയർ ചെയ്യേണ്ട ഒന്നും പ്രായമായില്ല. ഞാൻ കുട്ടിയായി മാറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് പിന്നെയും ഇതിന്റെ നന്ദി ഔപചാരികതയുടെ പേരിൽ ഇത് കോഴ്സിന്റെ പ്രോഗ്രാമിന്റെ ഏറ്റവും നെടുന്തൂണെന്നല്ല ഏറ്റവും അടിത്തറയായ അനീഷ് സാറിനും അവരുടെ ഒപ്പം നിൽക്കുന്ന മാഷുമാരായ ജസ്റ്റിൻ സാർ, അരവിന്ദ്, ഇവർക്കെല്ലാം 3 പേർക്കുള്ള ഏറ്റവും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയട്ടെ. പിന്നെ ഇതിനോടൊപ്പം എന്റെ സഹ മെന്റേഴ്സിനും എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ശ്രമത്തിലാണ് ഒരു റിപ്പോർട്ടൊക്കെ ആയത്. പിന്നെ ഇതിനോട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ശ്രീദേവി മാം, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ. ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ റിയലി ഹാറ്റ്സ് ഓഫ് യു ടു അനീസ് സർ. കാരണം എന്താ പറയുക, ചെറിയ കുട്ടികളിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ടീച്ചിങ് വർക്ക് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇത് തുടങ്ങിയ സമയത്ത് സാർ പറഞ്ഞ സമയത്ത് ശരിക്കും അതും സാധിപ്പിച്ചു എന്നതാണ്. കൃത്യമായിട്ട് ശരിക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മൊഡ്യൂള് തന്നെ ശരിക്കും അങ്ങനത്തെ ഒരു ക്രിയേഷൻ തന്നെയാണ് സാർ ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെഡിക്കേഷനും കീൻ ഒബ്സർവേഷനും മോണിറ്ററിങ്ങും ഗൈഡൻസും അതേപോലെ തന്നെ സൊല്യൂഷൻ
ഇതൊക്കെ സാറിന് എങ്ങനെയാ സാർ ഇത് ഭയങ്കര അത്ഭുതം തന്നെ സാർ ശരിക്കും. ഹാറ്റ്സ് ഓഫ് യു എന്നല്ല പറയണ്ടേ, ശരിക്കും ഒരു നമുക്ക് അഡ്മിറേഷൻ വരുന്ന പോലെയാ സാറിനോട് എങ്ങനെ ഇതൊക്കെ സാധിപ്പിക്കുന്നുള്ള പ്രാർത്ഥിക്കുന്നുണ്ട് സാർ. ഇതിലൂടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്നുള്ളത് ശരിക്കും പാരന്റ്സ് ഒക്കെ ഇതിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഹ്യൂമൻ ബീയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള സംഗതി പേഷ്യൻസ് എന്നുള്ളതാണ്. അത് ആ കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്നും എനിക്ക് ആദ്യം ക്ഷമയില്ലായിരുന്നു എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. അത് ഇതിൽ നിന്ന് കിട്ടി എന്ന് പറയും തന്നെ ഈ ഒരു കോഴ്സിന്റെ വിജയം ശരിക്കും ഈ ഒരു കോഴ്സ് ക്രാഫ്റ്റ് കോഴ്സ് മാത്രമല്ല ശരിക്കും ഇത്. അതൊരു കുട്ടിയില് അവന് അല്ലെങ്കിൽ അവള് ഒരു ഇൻവോളണ്ടറി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മാറ്റം, അത് ശരിക്കും അത്ഭുതം തന്നെയാണ് സാർ. അതേപോലെ തന്നെ ഒരു കുട്ടികളുടെ ഫീഡ്ബാക്കിന് മറ്റൊന്ന് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഏതാന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ 9 ഉണ്ടെന്ന് ഉടനെ പറയുകയും ചെയ്തു. അപ്പൊ അത്രമാത്രം ആ കുട്ടികള് അത് ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ബൈ ഹാർട്ട് ആണ് എന്നുള്ള കാര്യം ആ ഒരു വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് മെന്റേഴ്സിന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സാർ. അതേപോലെ തന്നെ ഇതൊരു ഓൺലൈൻ ഷെഡ്യൂൾഡ് മീറ്റിംഗ് ഈ ഒരു പ്രായത്തിൽ, അതായത് നമ്മൾക്ക് ഒരു മുസ്ലിംസ് പൊതുവെ പറയാറ് പിന്നെ ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ 3 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാ. കാരണം അത് ഭയങ്കരമായിട്ട് ബ്രെയിനിൽ അവിടെ ഉണ്ടാവും. അതായത് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ലൈഫ് ലോങ് അത് ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു 3 ഇയേഴ്സിൽ. ഇത് ഇത്രയും ചെറിയൊരു കുട്ടികൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന ഈ കുട്ടികൾ ശരിക്കും ഈ ഒരു പ്രായത്തിൽ തന്നെ ഓൺലൈൻ ആയിട്ട് ഒരു ഷെഡ്യൂൾ മീറ്റിംഗ് ഇന്ന സമയത്ത് വേണമെന്ന് അത് പങ്കെടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ശരിക്കും മാതാപിതാക്കളായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ശരിക്കും റിയലി അപ്രീഷിയേറ്റ്. അതുപോലെ തന്നെ ഒരു സംശയം വേണ്ട, അനീസ് സാറും അതേപോലെ ജസ്റ്റിൻ സാറും ഹോൾ ഹാർട്ട് ടീം ശരിക്കും ഫെന്റാബുലസ് ആണ് സാർ, മാർവലസ്, എക്സലന്റ്. ഇത് വൻ വിജയം തന്നെയാണ് സാർ, എടുത്തു പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്നുള്ള സ്കൂളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം നമുക്കറിയാം ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് കോമ്പറ്റീഷൻസ് സ്റ്റേറ്റ് ലെവൽ വരെ ഉണ്ട്. സബ് ജില്ല, സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഈ പ്രോഗ്രാംസിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഗ്രേസ് മാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ വെയിറ്റേജ് ഉണ്ട്. എംബ്രോയിഡറി, ക്ലാം മോഡലിംഗ്, അതുപോലെ തന്നെ മെറ്റൽ എൻഗ്രേവിംഗ്, കോക്കനട്ട് ഷെൽ പ്രോഡക്ട്സ്, പപ്പറ്റ് മേക്കിംഗ്, ഡോൾ മേക്കിംഗ്, ഫൈബർ പിന്നെ ഫാബ്രിക്കേഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ ബുക്ക് ബൈൻഡിങ്, പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അംബ്രല മേക്കിംഗ്, വെജിറ്റബിൾ പ്രിന്റിംഗ്, വുഡ് വർക്ക്സ്, ഗാർമെന്റ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ 35ഓളം ഇനങ്ങൾ തന്നെ ശരിക്കും ഇതിലുണ്ട്. ഇതൊരു കൈത്തൊഴിലായിട്ടും എടുത്ത ആളുകളുടെ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു കൈത്തൊഴിലായിട്ട്, അപ്പൊ അങ്ങനെയുള്ള കുറച്ചും കൂടെ ഈ ഒരു നമ്മളുടെ പിന്നെ എന്താ പറയുക ക്രാഫ്റ്റ് ട്രെയിനിങ്ങിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും സാർ. ഇനി പാരന്റ്സിനോടും കൂടെ ഒരു വാക്ക്, അതായത് ഹഗ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ശരിക്കും നമ്മളൊരു കരിയർ മെന്റർ മാസ്റ്ററി കോഴ്സ് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് നമുക്ക് മറ്റുള്ള കുട്ടികൾക്ക് കൂടി നിങ്ങളിലൂടെ കൊടുക്കാൻ സാധിക്കട്ടെ. 4th ബാച്ച് ഇപ്പൊ കഴിയാറായി, 5th ബാച്ച് ഇനി വരുന്നുണ്ട്. സർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇനി 5th ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഞങ്ങളൊക്കെ ആ നെക്സ്റ്റ് ലെവൽ ബാച്ചിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിപ്നോ സെൽഫും, ഹെറ്റോ ഹിപ്നോട്ടിസം, അതേപോലെ തന്നെ ഹഗ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം. അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ആ ഒരു ടീം മൊത്തം പിന്നെ ഓരോന്നത് കളക്ട് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള പാടുപെടുന്നത്. ആ പാടുപെടുന്നതും ഈ കൂട്ടിച്ചേർക്കുന്ന സാർ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് കൂട്ടിച്ചേർക്കാൻ. ആ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ടെൻഡൻസി അനീസ് സാർ കാണിക്കുന്നതുകൊണ്ടായിരിക്കും സാർ അത് തൊടുന്നത് മുഴുവൻ പൊന്നാവുന്നത് സാർ. അത്രയും അധികം ഞാൻ വലുതാക്കി പറയുന്നല്ല, ഞാൻ എന്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. റിയലി ഹാറ്റ്സ് ഓഫ് യു സാർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹഗ് വളർന്ന് വലുതായി വലിയ വാനോളം ഉയരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്.